സുഹൃത്തുക്കളെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്നറിയോ? അടിച്ചാൽ ഉണ്ടോ ഈ അടി? ഇത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും 1-2 ആളുകൾ ഡൗട്ട് ചോദിച്ചുകൊണ്ട് വീണ്ടും ചെയ്യാണ്. അതായത് ഈ പൂട്ടിന് ഒരുപാട് ആളുകൾ ഇത് കൊപ്രപ്പൂട്ട് എന്ന് പറയണ്ടോ ഈ പൂട്ട്. അപ്പോൾ ഈ പൂട്ടിന് ഒഴിഞ്ഞ ഉണ്ടോ ഇതേപോലെ ചോട്ടിലൂടെ ഒഴിഞ്ഞു പോവുക. ഈ ഒഴിവ് സത്യത്തിൽ പിന്നെ ശാശ്വതമാണോ എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് അറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പൂട്ടിൽ പെട്ട് കഴിഞ്ഞാൽ അറിയുന്ന ആളാണ് പൂട്ടിനെന്നുണ്ടെങ്കിൽ ഈ ഒഴിവ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ പറ്റ ലോക്കാവാണ് ചെയ്യുള്ളൂ. കാരണം കണ്ടോ അടിച്ചാൽ കണ്ടോ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒഴിഞ്ഞ ഒഴിഞ്ഞ സമയത്ത് കണ്ടോ കാലും കൂടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ നിലത്തേക്ക് പോയി വീഴാണെന്ന് മാത്രമല്ല പിന്നെ അവരെന്തും നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോവുക. അതുകൊണ്ട് ഒരിക്കലും ഈ പൂട്ടിൽ ഒരറിയുന്ന ആൾ പൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒഴിവ് ചെയ്യാതിരിക്കുക എന്നുള്ള. പിന്നെ ഏതൊഴിവാണ് അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നമുക്കൊന്ന് നോക്കാം. കേട്ടോ പിടിക്കുക ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പൂട്ട് ഇങ്ങനെ പൂട്ടിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒഴിവ് എന്ന് പറയുന്നത് ഈ കാലുണ്ടോ മുന്നിൽ. ഇപ്പോൾ വലതുകാല കൈയാണ് അവർ പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ വലതുകാലാണ് മുമ്പിലുള്ളത് കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് കാല് ചേഞ്ച് ചെയ്യുക. അതായത് ഇടത്ത് വലത്തോട്ടും വലത്തിടത്തോട്ടും ഒരേ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം ഈ കയ്യിനെ പിടിക്ക് വെക്കുക കണ്ടോ കണ്ടോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെന്തായി പകുതിയിൽ നിന്ന് റിലീസായി. മാത്രമല്ല ഇനി ഇതുകൊണ്ട് കണ്ടോ തള്ളിയിട്ട് നേരെ താഴേക്ക് ഇടാം. ഞാൻ താഴത്തേക്ക് ഇടുന്നില്ല, മറ്റേ നിലത്തൂർച്ച് ചളിയുണ്ട് അതുകൊണ്ട് ചെയ്യണില്ല. അപ്പോൾ ഇതൊന്നുകൂടി നോക്കാം. കേട്ടോ പൂട്ടിക്കുക ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ കാല് ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ കൈ കൊണ്ട് കണ്ടോ അവരെ താടനെ അങ്ങോട്ട് തള്ളി പിടിക്കാണ്ടോ ഇനി നേരെ താഴേക്ക് ഇടുക. ഇത്ര ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഈ പൂട്ടുന്ന ഏറ്റവും നല്ലൊരു ഒഴിവാണ് ഈ ഒഴിവ്. മറ്റേത് നമ്മൾ നേരത്തുള്ള ഒഴിവുണ്ട് അടിച്ചാൽ മറ്റേത് നേരത്തുള്ള ഒഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം നേരെ ചോട്ടിലൂടെ പോവുകയാണ്. അപ്പോൾ ചോട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അമർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പതുക്കെ പോകാൻ നോക്കിക്കുക കണ്ടോ നമ്മൾ അതിനനുസരിച്ച് അമർന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിന് പോകാനുള്ള ഗ്യാപ്പ് കുറയുകയാണ്. മാത്രമല്ല പിന്നെ പറ്റ ലോക്കായി പോകും. അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒഴിവ് ഒരിക്കലും ചെയ്യാതിരിക്കുക. രണ്ടാമത് പറഞ്ഞ ഒഴിവ് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വല്ല പൂട്ടുകളോ ലോക്കുകളിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ കോൾ ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വരേക്കും ബൈ.